ഐപ്പൾസ് എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഈ അവസരത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ പ്ലാൻ കേട്ടതുപോലെ ഇത് നമുക്ക് ഇതില് ഇപ്പൊ ഈ പ്ലാൻ കേൾക്കുന്ന കൂടുതൽ പേരും പ്രവാസികളായിരിക്കും. അപ്പൊ ഞാനും ഒരു പ്രവാസിയായിരുന്നു. എല്ലാവരും അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ദുഃഖം, നമുക്ക് പ്രവാസിയായിരിക്കെ കൈ നിറയെ പണം കിട്ടിയാലും നമുക്ക് നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യും. അതുപോലെ തന്നെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവാസ ജീവിതമല്ലേ നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അതുപോലെ ഞാനും അങ്ങനെ ആയിരുന്നു. അപ്പോ ഈ പ്രോഡക്റ്റിൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. ഞാൻ പാർട്ട് ടൈം ആയിട്ട് തന്നെ ഇത് സൗദി അറേബ്യയിൽ നിന്ന് ചെയ്ത് നല്ല വരുമാനം, 1,00,000 കൂടുതൽ വരുമാനം ലഭിച്ചു. അങ്ങനെ എനിക്ക് 1000 ഈ കമ്പനിയുടെ 1000 എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാനും 3 ഡേയും 2 നൈറ്റും ബാംഗ്ലൂരിലെ ഷെരട്ടൺ ഹോട്ടൽ ഫാമിലിയോടുകൂടെ സ്റ്റാർ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എലിജിബിലിറ്റി ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തും അനേകം പേർക്ക് എന്റെ പ്രോഡക്റ്റ് കൊടുത്ത് അതിന്റെ റിസൾട്ട് ലഭിച്ചു. അനേകം പേർക്ക് ബിസിനസ് കൊടുത്തുകൊണ്ട്, ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് 10,000 രൂപ മുതൽ 60,000 രൂപ വരെ വരുമാനം നേടിക്കൊടുക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോ നമ്മള് ഇപ്പൊ പ്രവാസ ലൈഫ് നിർത്തിയിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശെല്ലാം തീരും. പിന്നെ എന്താണ് വഴി? അപ്പൊ ഞാൻ ഈ നഴ്സിംഗ് സെക്ടറിൽ തന്നെ തുറന്നുകൊണ്ട് പോകാൻ തീരുമാനിച്ചാല് ഒരു ടൈം ഫ്രീഡം ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡ്യൂട്ടി, പിന്നെ രാത്രിയിലും ഡ്യൂട്ടി ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഓഫ്. അപ്പൊ വീണ്ടും അതൊരു പ്രവാസ ലൈഫ് പോലെ തന്നെ ആയിത്തീരും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഫുൾ ടൈം നഴ്സിംഗ് ജോബ് ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വന്ന് ഫുൾ ടൈം ആയിട്ട് വിവ ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം വരുമാനം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ പല ഇതിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. മറ്റുള്ളവർക്ക് ബിസിനസ് ഷെയർ ചെയ്യാനും സാധിച്ചു. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ആരാണോ ഇവിടെ നിങ്ങളെ എത്തിച്ചിട്ടുള്ളത് അവരുടെ ഇതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുക. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഹെൽത്തി ലൈഫ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി പ്രവാസി കോഴിക്കോട് സ്വദേശിയുമായിട്ട് റിയാസ് താമരശ്ശേരിയാണ്. റിയാസ് താമരശ്ശേരി ഹാർദമായിട്ട് പ്ലീസ് വെൽക്കം റിയാസ് സാർ. ഓക്കെ, താങ്ക് യു സാർ. വോയിസ് ഓഡിബിൾ അല്ലേ? യെസ്, ഓക്കെ. ഓക്കെ, എന്റെ പേര് മനോഹരമായി പരിചയപ്പെടുത്തി. പേര് റിയാസ്, സ്വദേശം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയാണ്. ഈ ഒരു അവസരത്തിലേക്ക് വരുന്നത് സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഒരു ഫ്രണ്ട് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു നല്ലൊരു അവസരമുണ്ട്, വിജയിക്കാൻ പറ്റിയ ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ചു ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നു. ആദ്യം തന്നെ പ്രൊഡക്റ്റ് കൊടുത്തത് വീട്ടിൽ തന്നെയാണ്. വീട്ടിലെ ഉമ്മക്ക് അലർജിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മക്ക് ഐപ്പൾസ് കൊടുത്തു, അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഫാദറിന് 400 മുകളിൽ ഷുഗർ ഉണ്ടായിരുന്നു. ഫാദറിന് ഐ കോഫി കൊടുത്തു, അതിൽ നിന്നും റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് ഐസ്ക്രീം ഉപയോഗിച്ചു തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ റിസൾട്ട് കിട്ടിയപ്പോൾ 100% പ്രൊഡക്റ്റ് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഏറ്റെടുത്തത് തന്നെ നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഒന്നും ഇല്ലാതുള്ളതുകൊണ്ടാണ്. കാരണം സൗദിയിൽ പോകുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് ബിസിനസ് ചെയ്തു നാട്ടില്. പക്ഷെ അവിടെയൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും നമ്മൾ ശമ്പളം കൊടുക്കണം. ഒരാൾക്ക് ശമ്പളം കൊടുക്കേണ്ട, കമ്പനി കൊടുത്തോളും. നമ്മൾ അതേപോലെ മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ റൂമിലെ വാടക, ഇവിടെയൊക്കെ മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ ഒക്കെ ആ സമയത്തൊക്കെ ഒരുപാട് ടെൻഷനാണ്. ഇവിടെ നമുക്ക് കറണ്ട് ബില്ലോ ഫോൺ ബില്ലോ വേറൊന്നോ നമുക്ക് കൊടുക്കേണ്ടിയില്ല, ഒക്കെ കമ്പനി കറക്റ്റ് കാര്യങ്ങൾ ചെയ്തോളും. അപ്പൊ അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ 100% ഏറ്റെടുത്തു. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3 പ്രാവശ്യം വിദേശത്ത് പോയിട്ടുണ്ട്. വിദേശത്ത് പോയതൊക്കെ ജോലിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മാസം 28-ാം തീയതി പോകുന്നത് തായ്ലാന്റ് എന്ന മനോഹരമായ രാജ്യത്തേക്കാണ്. അതും ഫാമിലിയോടൊപ്പം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. അപ്പൊ അതാണ് ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി. ഇന്ന് 100-ൽ 150-ൽ വരുന്ന അധികം വരുന്ന ഒരു നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ ഒരുവിധം മിക്ക എല്ലാ ജില്ലകളിലും നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3 ലക്ഷത്തിന് അത് അടുത്ത് വരുമാനം വാങ്ങാൻ സാധിച്ചു. നിങ്ങൾ ആരാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് അവരെ കൈ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക. നമുക്ക് എല്ലാവർക്കും, പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു റിയാസ് സാർ, താങ്ക് യു സോ മച്ച്. യെസ്, ഇനി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്റിംഗ് സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ ഒരു FB ഫ്രണ്ടിന്, ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിന് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് വളരെ നല്ല രീതിയിൽ വളരെ പാഷനോട് കൂടിയിട്ട് കമ്പനിയിൽ നിന്നും 1.5 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച് ഇന്ന് കമ്പനി സപ്ലയർ എക്സിക്യൂട്ടീവ് റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട്
ബിഗ് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഞങ്ങളെ പോലെ ഒരുപാട് ആളുകളുടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സൺ, ഗ്രേറ്റ് ലീഡർ, മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞി സ്വദേശിയായിട്ടുള്ള മിസ്റ്റർ റഹൂഫ് സാറെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ അബ്ദുൾ റഹൂഫ് സാർ. Thank you so much, Binsha sir. Thank you so much. Your warm welcome. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ നിങ്ങൾ നിങ്ങളുടെ നല്ല ബന്ധുവിന്റെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചായിരിക്കും നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ കേൾപ്പിച്ചതും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടിനെ വിശ്വസിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നല്ല അവസരമാണെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നല്ല, റോട്ടിൽ കാണുന്ന ആളാണെങ്കിൽ അത് പറഞ്ഞെന്ന് കേൾക്കാനുള്ള മിനിമം ക്വാളിറ്റി നമ്മൾ കാണിച്ചാൽ മതി. നമുക്ക് ഒരിക്കലും ദൈവം പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ ഒന്നും അവസരങ്ങൾ കൊണ്ടുതരില്ല, അല്ലെ? നല്ല അവസരം ചിലപ്പോൾ ഏതെങ്കിലും ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു വ്യക്തി നിങ്ങളോട് ഒരു അവസരം പറയുക, അല്ലെ? എത്രയോ ആളുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നല്ല നല്ല ഐഡിയാസുകൾ കിട്ടിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കോടീശ്വരന്മാരായ ആളുകളുണ്ട്. അപ്പൊ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിന്റെ ഈ ഒരു ബിസിനസിന്റെ അവസരം കേട്ടപ്പോ അദ്ദേഹത്തെ വിശ്വസിച്ചേക്കാൾ കൂടുതൽ ഞാൻ ഈ അവസരത്തെ വിശ്വസിച്ചു. കാരണം പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ 2,50,000 രൂപ എന്ന് റാഫി സാർ പറഞ്ഞപ്പോ കുറെ ആളുകളുടെ മൈൻഡൊക്കെ മുഖമൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അയ്യോ വേണ്ടായിരുന്നു, കേൾക്കണ്ടായിരുന്നു. കാരണം താങ്ങാനുള്ള ഒരു സാധനം നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ 2,50,000 രൂപ ആഴ്ചയിൽ വരുമാനം വാങ്ങുകയും മാസം 10 ലക്ഷം രൂപ വരുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം വരും. നേരിട്ട് കാണുമ്പോൾ, അവരായിട്ട് സംസാരിക്കുമ്പോൾ, അവരുടെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ, അവർ മാസം അടക്കുന്ന GST കാണുമ്പോൾ, IT റിട്ടേൺ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇതൊരു സംഭവമായിട്ട് തോന്നൂല. സോ നിങ്ങൾ ഈ അവസരം കേൾപ്പിച്ചത് നിങ്ങൾ വിജയിച്ച് കാണണം എന്നുള്ള നല്ലൊരു ബന്ധുവോ നല്ലൊരു സുഹൃത്തോ ആയിരിക്കും നിങ്ങൾ ഈ അവസരം കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ അവർക്ക് കാതു കൊടുക്കും. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ തയ്യാറായി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അധ്വാനിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഇതുവരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഗൾഫിലും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പണിയെടുത്ത് രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പച്ച കത്തുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മേഖല നിർത്തേണ്ട സമയം അതിക്രമിച്ചു. ഇനി എത്ര വർഷം നിങ്ങൾ അത് ചെയ്യും? ഇനി എത്ര വർഷം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏറ്റവും മഹത്തരമായത് നമ്മൾ വിട്ടാലാണ് അതിനേക്കാൾ മാത്രമായത് നമുക്ക് കിട്ടുള്ളൂ. നല്ലതിനെ വിട്ടാലാണ് ഏറ്റവും മഹത്തരമായത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ മലയാളികളുടെ പ്രത്യേകത ഉണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടുള്ള ഒരു സാധനം, ബിൻഷാ സാറെ, 2 അറ്റം കൂട്ടിമുട്ടിക്കുക. എന്തിനാ 2 അറ്റം കൂട്ടിമുട്ടി എന്താക്കാനാണ്? നമ്മളിത് മുട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. മുട്ടിക്കണില്ല, ഒരു ഭാഗം അയച്ചെടുത്തിട്ട് കൂട്ടി കെട്ടിയാൽ മതി. ഇത് മുട്ടിക്കാൻ നോക്കണ്ട. നമ്മുടെ മിസ്റ്റേക്ക് അതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അയല ഉണ്ടാവില്ലേ, ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു അയല ഉണ്ടാവും. ഇത് പൊട്ടിയ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരണ്ട്. ഈ ഭാഗം പിടിച്ചു കണ്ട് ഇത് കെട്ടാൻ വേണ്ടി നോക്കും. ഇതിന്റെ എത്തുന്ന 2 ഭാഗം കൂടി ഒരിക്കലും എത്തൂല. ഈ 2 അറ്റം കൂട്ടിമിട്ടില്ല. അതിന് പകരം എവിടെയാണോ കെട്ടിയിട്ടുള്ളത് അത് അയച്ചെടുത്തിട്ട് ഇവിടെ കൂട്ടി കെട്ടിയിട്ട് വലിച്ചു കെട്ടി. അതാണ് ലൈഫിൽ ബുദ്ധിയുള്ളവർ ചെയ്യുക. സോ നിങ്ങൾക്കൊരു അവസരമാണ് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലല്ല, മലയാളി എന്ന് പറയുന്ന ആ വിഭാഗം 2 തരക്കാരാണ്. അത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം. 2 തരക്കാരാണ്. അതിൽ ഒന്നാമത്തെ തരം ആരാന്നറിയോ? എന്ത് കേട്ടാലും അതിനെക്കുറിച്ച് ആക്ഷേപിക്കുക. എനിക്കറിയാത്ത ലോകത്ത് ഒരു സാധനവും ഇല്ല, ഞാൻ അറിയാത്ത ഒരു സാധനം ലോകത്തില്ല. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വിഭാഗക്കാരുണ്ട്. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട്, എനിക്കറിയുന്നത് ഇനി ഒരു ചെറിയ കുഞ്ഞു പറഞ്ഞാൽ പോലും അതിൽ ന്യായമുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകും, അത് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകും. അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ള വിഭാഗക്കാരാണ് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൊടി പാറിച്ചുകൊണ്ട് വിജയം കൊയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. കേൾക്കുന്നത് എന്താണോ അത് കേൾക്കുക, നമുക്ക് ആവശ്യമുണ്ടോ എടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. വെരി സിമ്പിൾ. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ കേൾക്കുന്നുണ്ട്. എന്നെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മേഖല ഇനി ഒരു 10 വർഷം ചെയ്താൽ ആവുന്നില്ലേ എങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി നടുക.
എന്നിട്ട് ചെയ്ത് നോക്കുക. ആദ്യം തുടക്കത്തിൽ ചെയ്ത് നോക്കുക. നല്ല വരുമാനം വരുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇപ്പൊ ഈ കേട്ട ഈ ബിസിനസിനെ കുറിച്ച് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ പറഞ്ഞ വാക്കുകളുണ്ട്. നിങ്ങളത് ആ മേഖലയുമായി ബന്ധമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻലി 2 കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് റാഫി സാർ. ഒന്ന്, ആരോഗ്യം. തീർച്ചയായിട്ടും നമുക്ക് വേണം. ആരോഗ്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാനൊരു വാർത്ത കേട്ടു, 15 വയസ്സ് മുതൽ ആളുകൾ, കുട്ടികൾ ഡയബറ്റിക് ആയി തുടങ്ങുക. തിന്ന ബിസ്ക്കറ്റിന്റെയും കുടിച്ച കൂൾ ഡ്രിങ്ക്സിന്റെയും ഭക്ഷണത്തിന്റെ ആ ഫാസ്റ്റ് ഫുഡിന്റെ ഒക്കെ ആ അമിത പ്രസരം മൂലം ഇന്ന് ഒരുപാട് കുട്ടികൾ ഡയബറ്റീസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ മാത്രം 68 ലക്ഷം ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടെന്നാ റെക്കോർഡിക്കലി. ഇല്ലാത്ത എത്ര ഉണ്ടാവും? പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള എത്ര ഉണ്ടാവും? നമ്മുടെ പ്രോഡക്റ്റിന് സാധ്യത ഉണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം. ഇന്ന് 57 വർഷമായിട്ട് കേരളത്തിൽ ഡയബറ്റീസിന് മരുന്നെടുക്കുന്ന ഒരു വ്യക്തിക്കും അത് ബാലൻസ് ആയിട്ടില്ല. അതിന്റെ ആഫ്റ്റർ കോംപ്ലിക്കേഷൻസ് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. കുറെ പേര് മരണപ്പെട്ടതാ. എന്റെ ഉമ്മ 18 വർഷക്കാലത്തോളം ഡയബറ്റീസ് ഉണ്ടായി, 9 വർഷക്കാലത്തോളം ഡയാലിസിസ് ചെയ്ത് മരണപ്പെട്ടതാ. എനിക്കറിയാം അതിന്റെ വേദന എന്താണെന്നോ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നോ. സോ നമ്മുടെ കോഫി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മാജിക്കൽ റെമഡി ഒന്നുമല്ല. ഐ കോഫി റെഗുലർ ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റിന്റെ കൂടെ അടിക്കുന്ന ഇൻസുലിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ഡയബറ്റീസ് ബാലൻസ് ആവും. പാൻക്രിയാസിനെ അതിന്റെ ബീറ്റാ സെൽസുകൾ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യും. വെരി സിമ്പിൾ. അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യാത്തത്. നമ്മുടെ പ്രൊഡക്റ്റിന് സാധ്യതയില്ലേ? ആരോഗ്യം സംരക്ഷിച്ചുകൂടെ? 2, വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ മുന്നിൽ എന്ത് മേഖലയാണുള്ളത്? നിലവിൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ 25,000 രൂപ മാസ സാലറി കിട്ടുന്ന ഒരു വ്യക്തി, അയാളുടെ ലൈഫിൽ അയാൾ 26 ദിവസം പണിയെടുത്താൽ 961 രൂപ മാത്രമേ അയാളുടെ ലൈഫിൽ അയാൾ ഒരു ദിവസം ഏൺ ചെയ്തുള്ളൂ. അത് 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. മിനിമം 8 മണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ 120 രൂപ മാത്രമേ അയാൾ ഒരു മണിക്കൂറിൽ ഏൺ ചെയ്യുന്നുള്ളൂ. അയാളുടെ 30 വർഷം, അയാളുടെ 40 വർഷം കടന്നു പോയാൽ മിനിമം 90 ലക്ഷം രൂപക്ക് അടുത്ത് പോലും അയാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. 90 ലക്ഷം രൂപക്ക് അടുത്ത് പോലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ വെച്ച് ഈ കാളയെ ചക്ക കെട്ടി പോലെ കിടന്നുണ്ടാക്കുക. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധു സുഹൃത്ത് വിളിച്ച് കേൾപ്പിച്ചത്. ഈ മേഖല ഇപ്പൊ തുടങ്ങിയതാണോ? അല്ല. 100 വർഷങ്ങൾക്ക് മുന്നേ ലോകത്തുണ്ട്. 60 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലുണ്ട്. ഇന്നും 60 വർഷങ്ങളായി ഇന്ത്യയിൽ മാന്യമായി പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. മാസം കോടികൾ വരുമാനം വാങ്ങുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകൾ കേരളത്തിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. നമുക്കറിയാത്തൊന്നും ലോകത്തില്ല എന്നുള്ള ചിന്തയായിട്ടിരിക്കുക നമ്മളിപ്പോഴും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസിന്റെ അവസരം നിങ്ങൾ കേൾക്കാൻ ഇടവന്നത് ദൈവനിയോഗം എന്നാണ് ഞാൻ പറയുക. ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ നല്ലൊരു അവസരം തരണേ, ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണേ. ഞാൻ രഹസ്യമായിട്ട് പറയുന്ന ഒരു പരസ്യമായ സാധനമുണ്ട്. നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും സാമ്പത്തികമായി വളരണേ, ആരോഗ്യമായി മറ്റെന്നെ മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എല്ലാവരും മനസ്സിലെത്തി ചോദിച്ചു, എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്യുന്നില്ല. പറയുന്നുണ്ട് ദൈവത്തോട്. ഇത് പണ്ടൊരാൾ ലോട്ടറി എടുക്കാതെ ദൈവമേ ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞ പോലെ എടുക്കാതെ അടിക്കോ? ഇല്ല, അടിക്കില്ല. സോ നിങ്ങൾക്കൊരു അവസരം കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഇന്ന് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുപാട് ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഈ ബിസിനസ് ആണ്. കാരണം എന്താണെന്നറിയോ? ഗവൺമെന്റിന് GST ഇനത്തിലും ടാക്സ് ഇനത്തിലും ഒരുപാട് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ മാസം വരുമാനം ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ആളുകളാണ്. GSTയും ടാക്സും അടച്ച് ജീവിക്കുന്ന ആളുകളാണ്. വൈറ്റ് മണി വാങ്ങുന്ന ആളുകളാണ്. സോ നിങ്ങൾക്കും ഇതേ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെ. ഒരുപാട് പാരന്റ്സിനെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മക്കൾ ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നു മക്കൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ. നല്ല വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. മാന്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും അവർക്കൊരു തൊഴിൽ കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അത് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല. നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നു, നല്ല തൊഴിൽ നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവരിങ്ങനെ തെണ്ടി നടന്ന് കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച മേഖല അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ഇങ്ങനെ കയറി നിൽക്കും. സാമാന്യമായിട്ടുള്ള ചെറിയ വരുമാനം. ഇന്നത്തെ പഠനങ്ങൾ പുറത്തു വിടുന്നത് ഒരു ചെറുപ്പക്കാരും സന്തോഷവാന്മാരല്ല എന്നാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പഠനം സൂചിപ്പിക്കുന്നത്. കാരണം കിട്ടുന്ന വരുമാനത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? MM എടുക്കും. എന്താ MM? MDM എടുക്കും അല്ലെ. അതൊന്ന് ഒരു പൊതി വിറ്റ കാശ് കിട്ടും, നല്ല കാശ് കിട്ടുന്ന വിചാരിക്കും. അവരത് കൊണ്ട് വെക്കാൻ തീരുമാനിക്കും. അതിന് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുഞ്ഞു മക്കളെ വലയെറിഞ്ഞ് പിടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്.
കഞ്ചാവും മയക്കുമരുന്നും മദ്യവും അതൊക്കെ നാട്ടിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഇതിന്റെ അടിമയാക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവന് ചിലപ്പോൾ അത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല, പക്ഷെ അവന് വിൽറ്റാ പൈസ കിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അത് വാങ്ങും. എന്നിട്ട് ആരെ കൊണ്ടേ പരീക്ഷിക്കും? അവന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ, അവന്റെ ഏറ്റവും നല്ല ബന്ധുവിനെ കൊണ്ട് ഇത് പരീക്ഷിക്കും. നാളെ അവൻ അടിമയായി മാറും ഇതിന്. കുട്ടികൾക്ക് പണം കിട്ടുന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് കുട്ടികൾ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കും. എന്നിട്ട് അത് കുടിച്ചിട്ട് മകൻ ഉമ്മാനെ കൊല്ലുന്നു, മകൻ വാപ്പാനെ കൊല്ലുന്നു, പെങ്ങൾ ആങ്ങളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. എന്താ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് സമൂഹത്തിലുള്ള ഓരോ ചെറുപ്പക്കാരനെയും ഏറ്റെടുത്ത് അവന്റെ കുടുംബത്തിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് സമൂഹത്തിൽ ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇതല്ലാതെ ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ലഹരിയുടെ കച്ചവടമല്ല, പക്ഷെ ഞങ്ങൾക്ക് കച്ചവടം ലഹരിയാ. അതാ ഞങ്ങളുടെ പ്രശ്നം. ലഹരിയുടെ കച്ചവടം ഞങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ കച്ചവടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ലഹരിയാണ്. ഇത് ഞങ്ങളുടെ സമൂഹത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാത്രമാണ് വരുമാനം. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ആയിരക്കണക്കിന് ആളുകളെ കൂടെ പിടിച്ചുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുത്തുകൊണ്ട് അവരുടെ പാരന്റ്സിന് 500 രൂപയെങ്കിൽ 500 രൂപ ഡെയിലി കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് ഈ ഒരു ബിസിനസ് ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അത് നിങ്ങളുടെ വിളിച്ച വ്യക്തിയോട് പറയുക. എന്നിട്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു 3 മാസമോ 4 മാസമോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുക. പണിയെടുക്കാതെ പണം കിട്ടില്ല. ഒരു ഷോർട്ട് കട്ടും പണം ഉണ്ടാക്കാൻ ലോകത്തില്ല. പക്ഷെ ആളുകളെ പറ്റിക്കുന്ന പല പരിപാടികളുണ്ട്. ആസിഡും വെള്ളവും കണ്ട ഒരുപോലെ ഇരിക്കും, പക്ഷെ കുടിക്കുമ്പോഴേ അതിന്റെ ഫീലിങ്സ് അറിയുള്ളൂ. സോ ഇന്ന് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ന് 104 കോടീശ്വരന്മാരെ ഇന്ത്യയിലും 12 കോടീശ്വരന്മാരെ കേരളത്തിലും ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബിസിനസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. 24 വയസ്സുകാരൻ 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി എല്ലാ മാസവും ഉമ്മാക്ക് 50,000 രൂപ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടത് നല്ലൊരു അവസരം കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടിയ അവസരം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. ഏറ്റെടുക്കുക. 3 മാസം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. കറക്റ്റ് 9 ആഴ്ച നിങ്ങൾ പണിയെടുത്താൽ 10ാമത്തെ ആഴ്ച നിങ്ങളുടെ ടോട്ടൽ ഇൻകം 2,50,000 രൂപയാവുകയും നിങ്ങൾ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തും. റൂബി എക്സിക്യൂട്ടീവിൽ എത്തിയാൽ നിങ്ങളെ കമ്പനി തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകും. ഞാനും എന്റെ ഫാമിലിയും ഈ 26-ാം തീയതി രാത്രി കൊച്ചിയിൽ നിന്നും തായ്ലാൻഡിലേക്ക് പുറപ്പെടും. അടുത്ത 1-ാം തീയതി തിരിച്ചു വരുള്ളൂ. കമ്പനി ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് 1800 പേരെ തായ്ലാൻഡിലേക്ക് കൊണ്ടുവന്ന ഒരൊറ്റ ഇന്ത്യൻ കമ്പനിയുള്ളൂ. അതാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന ആ സാധനത്തെ നേടിയെടുക്കാനും ഈ അവസരം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സോ നല്ലൊരു തീരുമാനം എടുക്കുക. സർവശക്തനായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഈ വൈകിയ വേളയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ എല്ലാവരും ഇതുപോലെ കൂടിയിരിക്കുന്നത്. ഏറ്റെടുക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. I wish you all the best and Jai Hind, Jai Indus Viva. Thank you and love you all. Good. Thank you, Rahul sir. Thank you so much. Very nice keynote speech. നമുക്ക് അതിമനോഹരമായിട്ട് ഈ ഒരു കമ്പനിയുടെയും ഈ ഒരു അവസരത്തിന്റെയും കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന റഹൂൽ സാറിനെ നമുക്ക് അടിത്തട്ടിൽ നിന്നുള്ള നന്ദി കടപ്പാട് പറയിക്കാം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. യെസ്, ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡപ്പ് സെക്ഷൻ ആണ്. ഇന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസരത്തെ കുറിച്ച് കേട്ട വ്യക്തികൾ നിങ്ങളാണ്. ഇന്ന് നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. നല്ല തീരുമാനമെടുക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യുന്ന റാഫി സാർക്കും അതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ലീഡേഴ്സിനും കീനോട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള റോബ് സാറും അതിലെല്ലാം ഉപരി ഈ ഒരു പ്രോഗ്രാം ഇത്രയും സമയം നിങ്ങൾ ശ്രദ്ധയോട് കേട്ട് ഈ ഒരു പ്രോഗ്രാം വിജയമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്.